ഹലോ എവ്രി വൺ. ഇന്ന് ചപ്പാത്തിക്ക് പറ്റിയ നല്ല ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ചപ്പാത്തി, പൂരി, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും. അത് ഞാൻ ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കി അതിലേക്കൊരു ബേ ലീഫ് ഇട്ടു. പിന്നെ ഒരു ചെറിയ പീസ് മേസ്, നമ്മുടെ ജാതിപത്തിരി, പിന്നെ ഹാഫ് ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായിട്ട് ഒന്ന് പൊരിഞ്ഞ ശേഷം ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റുക, ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ആയ ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് സോട്ടേ ചെയ്യാം. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മീഡിയം സൈസ് തക്കാളിയാണ്. അപ്പോൾ തക്കാളിയും ഒന്ന് സോഫ്റ്റ് ആവട്ടെ. ഇനിയിപ്പോൾ അരയ്ക്കാനായിട്ട് ഞാൻ ഒരു 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, ഒരു പട്ട, ഒരു ക്ലോവ്സ്, ഒരു കാർഡമം, ഒരു ഹാഫ് ടീസ്പൂൺ ഹോൾ പെപ്പർ, നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു 1 കപ്പ് നാളികേരം, അതിൻ്റെ കൂടെ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 8 to 10 കാഷ്യൂസും ആഡ് ചെയ്തു. ഒരു 1 ടേബിൾ സ്പൂൺ നമ്മുടെ നിലക്കടല, പച്ച നിലക്കടല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ കശകശയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അങ്ങനെ അരച്ച് മാറ്റി വയ്ക്കാം. ഇവിടെ അപ്പോഴത്തേനും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി പൗഡറുകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ചില്ലി പൗഡർ, എരിവിനനുസരിച്ചിട്ട് ഞാൻ ഹാഫ് ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 2 ടീസ്പൂൺ പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഓൾറെഡി ഗരം മസാല നമ്മൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വീണ്ടും സോട്ടേ ചെയ്യണം, അതിൻ്റെ ഈ പച്ചമണം പോകുന്നത് വരെ. ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. കോളിഫ്ലവറും പൊട്ടാറ്റോയും ക്യാരറ്റും ബീൻസും ഇതാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസിലേക്ക് അങ്ങോട്ട് പിടിച്ച് വരട്ടെ. അപ്പോൾ അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പീസ് ഉണ്ടെങ്കിൽ നമുക്ക് പീസും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ പീസ് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ അരച്ച ആ കോക്കനട്ട് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആ മിക്സി പാത്രത്തിൽ തന്നെ വെള്ളം കഴുകി എടുക്കുന്നുണ്ട്. പാകത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് മുങ്ങിയിരിക്കണം. അപ്പോൾ ഇനി പ്രഷർ കുക്ക് ചെയ്യാൻ പോവുകയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്. ഇനി ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ഉപ്പും പാകത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഒരു 3 വിസിൽസാണ് ഞാൻ വെച്ചത്. അപ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാ നമ്മുടെ 3 വിസിൽസ് വന്നു, പ്രഷറും പോയി. നമ്മുടെ കൂട്ടാൻ കണ്ടില്ലേ, എന്ത് നല്ല കളർ തന്നെയാണ് അതിന്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ അതാ അസലായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്കിത് ഗാർണിഷ് ചെയ്താൽ മതി. കൊറിയാൻഡർ ലീവ്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റി കറിയാണ്. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ, ചപ്പാത്തി, പൂരി, അപ്പം, ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാകും.